നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിശക്തമായ കാറ്റിലും മഴയിലും റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു. ആലപ്പുഴ അരൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് അന്വേഷണ സംഘം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 2 കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ഹരിപ്പാട് യുവാവും +2 വിദ്യാർത്ഥിനിയും തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചു. ഭാര്യ സഹോദരന് നേരെ വധശ്രമം നടത്തിയ പ്രതിക്ക് 17 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ച് ചേർത്തല സെഷൻസ് ജഡ്ജ്. കനത്ത കാറ്റിലും മഴയിലും റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ 3 ഫയർമാൻമാർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. അതിശക്തമായ കാറ്റിലും മഴയിലും ആലപ്പുഴ അരൂർ റെയിൽപാതയിൽ മരം കടപുഴകി വീണ റെയിൽവേ ഗതാഗതം താറുമാറായി. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനുള്ള സാധ്യതയും ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിന് സമീപമായി ഇത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെയ് 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും 31 വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നു. ആലപ്പുഴ റൂട്ടിൽ വണ്ടികൾ വൈകും. അരൂർ ട്രാക്കിൽ മരം വീണു. തുടർച്ചയായി 5ാം ദിവസമാണ് കേരളത്തിൽ ട്രാക്കിൽ മരം വീണ ഗതാഗതം സ്തംഭിക്കുന്നത്. ആലപ്പുഴ കണ്ണൂർ, ആലപ്പുഴ ചെന്നൈ, മംഗലാപുരം, തിരുവനന്തപുരം, ഏറനാട് എന്നീ ട്രെയിനുകളും പിടിച്ചിട്ടിരിക്കുകയാണ്. ടൈം ന്യൂസ്, ആലപ്പുഴ. ശക്തമായ കാറ്റിലും മഴയിലും ചേർത്തലയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം. തൃച്ചാറ്റുകുളം ക്ഷേത്രത്തിന്റെ കൊടിമരം ഒടിഞ്ഞ് നിലംപതിച്ചു. തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം തകർന്നു വീണു. ആർക്കും പരിക്കില്ല. ചേർത്തല പാണാവള്ളി തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരമാണ് ഒടിഞ്ഞു വീണത്. വ്യാഴാഴ്ച വൈകിട്ട് ശക്തമായ ചുഴലിക്കാറ്റിൽ 150 വർഷം പഴക്കമുള്ള കൊടിമരം അടിയിൽ നിന്ന് ഒടിഞ്ഞു വീണു. ആനപ്പന്തലിന്റെ മുകളിലേക്കാണ് കൊടിമരം വീണത്. അതിപുരാതന ക്ഷേത്രമായ തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഒടിഞ്ഞു വീണ കൊടിമരത്തിന് 150 കൊല്ലത്തിലേറെ പഴക്കവുമുണ്ട്. കൊടിമരം ഒടിഞ്ഞ് ആനപ്പന്തലിന്റെ മുകളിലേക്ക് വീണതുകൊണ്ട് തന്നെ ആനപ്പന്തലിന്റെ ഒരു ഭാഗത്തെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് എക്സൈസ് അന്വേഷണ സംഘം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 2 കുറ്റപത്രം സമർപ്പിച്ചു. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് 2 കോടി രൂപ വില വരുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ എക്സൈസ് അന്വേഷണ സംഘം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 2 കുറ്റപത്രം സമർപ്പിച്ചു. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസുമായി ബന്ധമില്ല. മറ്റൊരു നടനായ ശ്രീനാഥ് ബാസി 21ാം സാക്ഷിയാണ്. കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന, സഹായം മണ്ണഞ്ചേരി സ്വദേശ് ഫിറോസ്, തസ്ലീമയുടെ ഭർത്താവും മുഖ്യ സൂത്രധാരകനുമായ സുൽത്താൻ അക്ബർ അലി എന്നിവരെയാണ് യഥാക്രമം 1 മുതൽ 3 വരെ പ്രതികൾ. റിമാൻഡിൽ കഴിയുന്ന ഇവർ മാത്രമാണ് പ്രതികൾ. 2000-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ 55 സാക്ഷികളുണ്ട്. 200-ലധികം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തി. നടൻ ശ്രീനാഥ് ബാസിയടക്കം 6 പേർ കോടതി മുൻപാകെ രഹസ്യമൊഴി നൽകിയതും കുറ്റപത്രത്തിലുണ്ട്. തസ്ലീമയുടെ പ്രായപൂർത്തിയാകാത്ത 2 മക്കളും സാക്ഷിപ്പട്ടികയിലുണ്ട്. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിലിരിക്കെ തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്നുമാണ് എക്സൈസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിമാൻഡിനായി 60 ദിവസമാകുമ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിക്കേണ്ടതാണ്. എന്നാൽ 58ാം ദിവസം കുറ്റപത്രം സമർപ്പിക്കാനായി. ഏപ്രിൽ 1-നാണ് കഞ്ചാവ് പിടിച്ചത്. 10 വർഷം വരെ തടവും പുറമെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. TV റിയാലിറ്റി ഷോ അഭിനേതാവ് ജിൻഡോ, മോഡൽ സൗമ്യ എന്നിവർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ ചോദ്യം ചെയ്തെങ്കിലും ഇവർക്കാർക്കും കേസിൽ പങ്കില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ഹരിപ്പാട് യുവാവും +2 വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന വീട്ടുകാരുടെ പരാതി പോലീസ് അന്വേഷിക്കുന്നതിനിടെ യുവാവും +2 വിദ്യാർത്ഥിനിയും തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചു. ചെറുതന കനോലിൽ ശ്രീജിത്ത്, ഹരിപ്പാട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന 17-കാരി എന്നിവരാണ് മരിച്ചത്. കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച 11:45-നാണ് സംഭവം. ശ്രീജിത്തിന്റെ ഭാര്യ വീടിന്റെ സമീപത്താണ് പെൺകുട്ടി താമസിക്കുന്നത്. ഇയാൾ മകളെ ശല്യപ്പെടുത്തുന്നതായി ആരോപിച്ച വീട്ടുകാർ തിങ്കളാഴ്ച ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പോലീസ് ശ്രീജിത്തിന്റെ വീട്ടിലെത്തി. ശ്രീജിത്ത് ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ വീട്ടുകാരെ അറിയിച്ചാണ് മടങ്ങിയത്. ഇതനുസരിച്ച് ബുധനാഴ്ച സ്റ്റേഷനിലെത്തേണ്ടതായിരുന്നു. ശ്രീജിത്തും പെൺകുട്ടിയും ബൈക്കിലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. രാവിലെയും വൈകുന്നേരവും മാത്രം തീവണ്ടി നിർത്തുന്ന സ്റ്റേഷനാണ്. ഉച്ചയ്ക്ക് സ്റ്റേഷൻ പരിസരത്ത് ആളുണ്ടാകില്ലെന്നറിഞ്ഞാണ് ആത്മഹത്യയ്ക്ക് ഇവിടം തിരഞ്ഞെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇരുവരും ചാടിയത്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അരമണിക്കൂറോളം തീരദേശപാതയിലെ തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു. ശ്രീജിത്ത് ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. ഇയാളും പെൺകുട്ടിയും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വീട്ടുകാർ വിലക്കിയെങ്കിലും സംസാരം തുടർന്നു. ഇതിനാലാണ് പോലീസിൽ പരാതിപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യപ്പെടുത്തരുതെന്ന് താക്കീത് നൽകാനാണ് ഇയാളോട് സ്റ്റേഷനിലെത്താൻ പറഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഭാര്യ സഹോദരന് നേരെ വധശ്രമം നടത്തിയ പ്രതിക്ക് 17 വർഷം തടവും പിഴയും വിധിച്ച ചേർത്തല സെഷൻസ് കോടതി.
ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തുന്ന പേരിൽ ഭാര്യ സഹോദരനെ തലയ്ക്ക് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 17 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ. പിഴയെടുക്കാത്ത പക്ഷം 15 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. ചേർത്തല അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി എസ് ലക്ഷ്മിയാണ് ശിക്ഷ വിധിച്ചത്. 2022 ഓഗസ്റ്റിൽ കുത്തിയതോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കുത്തിയതോട് പഞ്ചായത്ത് 4-ാം വാർഡിൽ പറയകാട് അപ്പത്തല വീട്ടിൽ സോമനെ ശിക്ഷിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 450, 326, 307 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ശിക്ഷ. എല്ലാം കൂടി ഒന്നിച്ച് 6 വർഷത്തെ ശിക്ഷ അനുഭവിക്കണം. വിചാരണയ്ക്ക് മുൻപേ പരിക്കേറ്റയാൾ മരിച്ചിരുന്നതിനാൽ ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പ്രതിയുമായി പിണങ്ങി ഭാര്യ സ്വന്തം വീട്ടിൽ പോയിരുന്നു. തുടർന്ന് ഭാര്യയെ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞാണ് സഹോദരൻ കോടന്തുരുത്ത് കൂവക്കാട്ടുതറയിൽ ശശിക്ക് നേരെ പ്രതി അക്രമം നടത്തിയത്. ഓഗസ്റ്റ് 24 പുലർച്ചെ 2ഓടെ വീട്ടിൽ കയറി ഉറങ്ങുകയായിരുന്ന ശശിയെ വിളിച്ചുണർത്തി വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടിയത്. തലയോട്ടിയിലും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ ശശി കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെയാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് ഇടുക്കിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 29 സാക്ഷികളെയും 39 രേഖകളും 6 മറ്റ് തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ ജി രാധാകൃഷ്ണൻ ഹാജരായി. കുത്തിയോട് സബ് ഇൻസ്പെക്ടറായിരുന്ന എ ഫൈസലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. കനത്ത മഴയിൽ റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ 3 ഫയർമാൻമാർക്ക് പരിക്ക്. കനത്ത മഴയിലും കാറ്റിലും റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ 3 ഫയർമാൻമാർക്ക് പരിക്ക്. ചേർത്തല ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ 2 ഉദ്യോഗസ്ഥർക്കും അരൂർ സ്റ്റേഷനിലെ ഒരു ഫയർമാനുമാണ് പരിക്കേറ്റത്. തുറവൂർ വളമംഗലം പുരന്തരേശ്വരം ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച രാത്രി 1 മണിയോടെ റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് ചേർത്തല യൂണിറ്റിലെ പെരുമ്പളം കുമ്പേൽ ഹൗസ് കെ സുബിന് പരിക്കേറ്റത്. സുബിന്റെ ഇടതുകാലിന് 2 ഒടിവുകളാണ് സംഭവിച്ചത്. ഉടൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച കാലുകൾക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. പട്ടണക്കാട് റോഡിലേക്ക് വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ ചേർത്തല യൂണിറ്റിലെ തിരുവനന്തപുരം സ്വദേശി JS വിഷ്ണുവിന്റെയും കാലുകൾക്ക് ആഴത്തിൽ മുറിവേറ്റു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ ഉദ്യോഗസ്ഥനായ കലവൂർ സ്വദേശി അജീഷ് ശർമ്മയും കഴിഞ്ഞ ദിവസം മരം മുറിച്ചു മാറ്റുന്നതിനിടെ കാലിന് പരിക്കേറ്റിരുന്നു. വൈദ്യുതി കമ്പിയിൽ വീണ് മരം മുറിക്കുന്നതിനിടെയാണ് കാൽമുട്ടിന് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ചേർത്തല അന്ധകാരനഴി പൊഴിമുറിച്ചു. ഇതോടെ കിഴക്കൻ മേഖലയിലുള്ള വെള്ളക്കെട്ടിന് നേരിയ പരിഹാരമാകും. അന്ധകാരനഴിയിൽ പൊഴിമുറിച്ചു. നീരൊഴുക്ക് ശക്തമായി. കിഴക്കൻ മേഖലയിലെ വെള്ളക്കെട്ടിന് നേരിയ പരിഹാരമാകും. കാലവർഷം ശക്തിപ്പെട്ടതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. ഇതോടെ പതിവ് പോലെ ഇക്കൊല്ലവും അന്ധകാരനഴി പൊഴിമുറിച്ചു. മെയ് 21-ന് 4 JCB ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 28-ന് അർദ്ധരാത്രിക്ക് ശേഷമാണ് പൊഴിമുറിഞ്ഞത്. ഇതോടെ കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായി. കാലവർഷം ആരംഭിച്ചതോടെ കിഴക്കൻ മേഖലകളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. പൊഴിമുറിഞ്ഞതോടെ തുറവൂർ, കുത്തിയതോട്, പട്ടണക്കാട്, കടക്കരപ്പള്ളി മേഖലകളിലെ വെള്ളക്കെട്ടിന് നേരിയ പരിഹാരമാകും. ഇറിഗേഷൻ വകുപ്പിന്റെയും പട്ടണക്കാട് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പൊഴിമുറിച്ചത്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയിലെ 10ാമത്തെ ജനകീയാരോഗ്യ കേന്ദ്രമാണ് ഇത്. ആലപ്പുഴ നഗരസഭ വാടക്കൽ വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. നഗരത്തിലെ 10ാമത് ജനകീയാരോഗ്യ കേന്ദ്രമാണിത്. തീരദേശവാസികൾക്ക് സഹായകരമാകും വിധം വാടക്കൽ KR ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അത് ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭരണാധികാരി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത ഏറ്റവും മികച്ച പ്രവർത്തനമാണ്. പ്രത്യേകമായി നഗരസഭാ ഭരണാധികാരികളെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിലായി നോക്കിയാലും സംസ്ഥാന വ്യാപകമായിട്ട് നോക്കിയാലും രാജ്യാന്തരമായി നോക്കിയാലും ഏറെ ശ്രേഷ്ഠമായ അംഗീകാരം നേടിയൊരു നഗരസഭയാണ്. അതിന്റെ കാരണം വളരെ സ്റ്റേബിളായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ നിശ്ചയമായിട്ട് കഴിഞ്ഞു. മുമ്പൊക്കെ അങ്ങനെയല്ല. ആലപ്പുഴ നഗരസഭ തട്ടിമുട്ടേക്ക് നിൽക്കും. ചില സഹോദരന്മാരുടെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു മാതിരിയാക്കി നിൽക്കുന്ന രീതിയാണ്. ഇപ്പൊ അതല്ല. ജനാധിപത്യപരമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പൊളിറ്റിക്കലി തന്നെ മെജോറിറ്റിയുള്ള ഒരു സിസ്റ്റം വന്നു. ആ ഭരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴും നഗരസഭാ ഭരണസമിതി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായ വിവേചനം കാണിക്കാതെ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വിജയിച്ചു വന്ന കൗൺസിലർമാരോടും പ്രത്യേകമായ ഒരു വിവേചനം കാണിക്കാതെ നഗരസഭ എന്ന ഒറ്റക്കെട്ടായ മനസ്സോടുകൂടി തന്നെ ഭരണത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണ് ആലപ്പുഴ നഗരസഭാ ഭരണാധികാരികൾ 4 കൊല്ലക്കാലത്തെയും നമ്മുടെ ഭരണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയിട്ടുള്ളത്. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷയായി.
പ്രാഥമിക ചികിത്സ, രോഗപ്രതിരോധം, അടിസ്ഥാന ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കേന്ദ്രത്തിൽ ജനറൽ ഒ.പി, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണ ക്ലിനിക്കൽ സേവനങ്ങൾ സജ്ജമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഗർഭകാല പരിചരണവും ലഭ്യമാക്കും. പകൽ 1 മുതൽ 7 വരെയാണ് ഒ.പി സമയം. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനം പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമാണ്. 12 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് നഗരസഭ വിവിധ വാർഡുകളിലായി ആരംഭിക്കുന്നത്. വാടയ്ക്കൽ വാർഡിന് പുറമെ കിടങ്ങാമ്പറമ്പ്, ഇരുവുകാട്, വലിയമരം, പവർ ഹൗസ്, വഴിച്ചേരി, പൂന്തോപ്പ്, പള്ളാത്തുരുത്തി, ഗുരുമന്ദിരം, കറുകയിൽ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നടന്നുവരുന്നു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, കൗൺസിലർമാരായ P രതീഷ്, രമ്യ സുർജിത്ത്, പൊതുപ്രവർത്തകരായ VG വിഷ്ണു, VR മാവോ, TR രാജേഷ്, ജയ്മോൻ, അനു, ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു ശങ്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശങ്കർ മണി, സുമേഷ് പവിത്രൻ, ലാറ, NHM കോർഡിനേറ്റർ പ്രവീണ, വാടക്കൽ വാർഡ് കൗൺസിലർ മേരി ലീന എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ PSM ഹുസൈൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. സന്യസ്ത കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 ആലപ്പുഴയിൽ നടക്കുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആലപ്പുഴ ടൗൺ കേന്ദ്രീകരിച്ച് 2000 ആരംഭിച്ച ഒരു മിനിസ്ട്രിയുടെ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് വളരെയേറെ പ്രവർത്തനങ്ങൾക്ക്, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആ വിവരങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ നിരവധിയാണ്. പ്രത്യേകിച്ചും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത്. ജയിലിൽ കഴിയുന്നവരും അവരുടെ കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയുള്ള സർവീസുകൾ, അതോടൊപ്പം ഈ ലൈംഗിക തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങൾ, മക്കളുടെ ക്ഷേമം, HIV ബാധിതരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമുള്ള യുവജനങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫോർമേഷനും അവരുടെ ക്യാമ്പും കാര്യങ്ങളും, ഇത്തരം മേഖലകളിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് വളരെ സുദീർഘമായ സേവനങ്ങളാണ് നടത്തി വരുന്നത്. അതിൻ്റെ ജൂബിലി എന്നുള്ള തരത്തിൽ 25 വർഷത്തിൻ്റെ ജൂബിലി ഇപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ജൂബിലി വർഷവും ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ സഭയെയും സമൂഹത്തെയും ക്ഷണിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭ 2025 യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മഹാജൂബിലി ആഘോഷിക്കുകയാണ്. 2000 ചാത്തനാട് തിരുകുടുംബ ദേവാലയത്തിൽ KSBC കരിസ്മാറ്റിക് കമ്മീഷൻ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആത്മീയ വൈദിക സന്യസ്ത കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ ഇന്ത്യ 25 വർഷം തികയുന്നതിൻ്റെ ജൂബിലി ആഘോഷവും നടത്തുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികൾ 2025 ജനുവരി 25, 26 തീയതികളിലായി തുടക്കം കുറിച്ചിരുന്നു. 2025 ജൂൺ 1 തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച തടവറ പ്രേക്ഷിതരുടെയും സഹകാരികളുടെയും സംഗമവും കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ബിസിനസ്, കാർഷിക, സഭാ സേവന രംഗത്ത് മികവ് തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുകയും നല്ലിടയൻ ശ്രേഷ്ഠ സേവന പുരസ്കാരവും വിശുദ്ധ കോൾബേ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരവും നൽകി ആദരിക്കുന്നു. ഇതോടൊപ്പം ജൂബിലി ആഘോഷ സമാപനവും സംഘടിപ്പിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണവും കർമ്മപദ്ധതിയുടെ ഉദ്ഘാടനവും ബിഷപ്പ് മാർ മാത്യു അറക്കൻ നിർവഹിക്കും. മുൻമന്ത്രി G സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക പദ്ധതിയുടെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിക്കും. പുരസ്കാര സമർപ്പണം എന്നിവയും നടക്കുമെന്ന് ജനറൽ കൺവീനർ ഉമ്മച്ചൻ P ചുക്കുപുരയ്ക്കൽ, ഫിനാൻസ് കൺവീനർ PL വർഗീസ്, സെലിൻ ജോസഫ് തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി കേന്ദ്ര പാക്കേജ് അനുവദിക്കണമെന്നും മത്സ്യത്തിനെതിരെയുള്ള വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്നും കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മത്സ്യം കഴിക്കാം, ആരോഗ്യം കാക്കാം. ഈ സന്ദേശം വെച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി 31 തീയതികളിൽ മത്സ്യവിഭവ സദ്യകൾ സംഘടിപ്പിക്കുകയാണ്. 31 തീയതി വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴ ബീച്ചിന് കിഴക്കുവശം PWD റെസ്റ്റ് ഹൗസിൽ പടിഞ്ഞാറ് വശമായി നടക്കുന്ന ഈ മത്സ്യവിഭവ സദ്യ, അതിൽ പങ്കെടുക്കുവാനും കടൽ മത്സ്യത്തിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണം, ആ വ്യാജ പ്രചരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ 10,000 കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെയും
അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും സഹായിക്കണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കഴിഞ്ഞ 24-ാം തീയതി ഉണ്ടായിട്ടുള്ള കപ്പൽ ചരിഞ്ഞ ആ വിഷയം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളെയും അതോടൊപ്പം തന്നെ മറ്റ് സയൻറ്റിസ്റ്റുകളായ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രമുഖരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ ചേർന്നൊരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ വളരെ കൃത്യമായി ശാസ്ത്രജ്ഞന്മാർ ഇന്നിപ്പോൾ നമ്മുടെ കടലിൽ വരുന്ന മത്സ്യങ്ങളെ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല എന്നും ഈ 13 കണ്ടെയ്നറുകളിൽ നിന്ന് വന്നിട്ടെന്ന് പറയുന്ന കാൽസ്യം പോലും, ഇത് കാൽസ്യം കാർബൈഡ് പോലും അത് നമ്മുടെ മത്സ്യസമ്പത്തിനെ വ്യാപിക്കുന്നതിൽ എത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ അവിടെ സംസാരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അറബിക്കടലിൽ ചരക്ക് കപ്പലിൽ നിന്നുള്ള രാസവസ്തുക്കൾ വ്യാപിച്ചതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു. തൊഴിൽ നഷ്ടമുണ്ടായ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ജീവിക്കുവാൻ ആവശ്യമായ നഷ്ടപരിഹാരം നൽകുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ആവശ്യപ്പെട്ടു. കപ്പൽ മുങ്ങിയതുമൂലം കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കളും കപ്പലിന്റെ ഇന്ധനം ഉൾപ്പെടെ ചോർന്നു എന്ന നിലയിലാണ് പ്രചരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഗൗരവമേറിയ ഈ വിഷയത്തിൽ ഉന്നതതല ശാസ്ത്രീയ പഠനം നടത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അതോടൊപ്പം കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിന് പോകാൻ കഴിയുന്നതുവരെയുള്ള നഷ്ടപരിഹാരം പാക്കേജ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU മെയ് 30 രാവിലെ 11 മണിക്ക് കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളിലും പൊതുസമൂഹത്തിലും തെറ്റായ പ്രചരണങ്ങൾ നടത്തുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ ചില ലോബികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യം കഴിക്കരുതെന്ന തരത്തിലുള്ള പ്രചരണം ഇക്കൂട്ടർ നടത്തിവരുന്നു. ഈ വിഷയത്തിൽ സർക്കാർ ഉടനെ ഇടപെടുകയും ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുവാനുള്ള നീക്കത്തെ തുറന്നു കാണിക്കുവാനും കഴിയണമെന്നും ജനങ്ങളിലുള്ള തെറ്റായ ധാരണ മാറ്റുന്നതിന്റെ ഭാഗമായി കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മെയ് 31 ശനിയാഴ്ച വൈകുന്നേരം 4:30 ആലപ്പുഴ ബീച്ചിന് സമീപം മത്സ്യവിഭവ സദ്യ സംഘടിപ്പിക്കുന്നു. ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണ വേലകളെ അതിജീവിക്കുവാനും മത്സ്യത്തൊഴിലാളികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനും ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിനും വേണ്ടി സംസ്ഥാനത്തുടനീളം കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മത്സ്യസദ്യകൾ സംഘടിപ്പിക്കുമെന്ന് ഫെഡറേഷൻ ഭാരവാഹികളായ PI ഹാരിസ്, C ശ്യാംജി, PP ചിത്തരഞ്ജൻ MLA തുടങ്ങിയവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും JSSൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രൂപമെടുത്തൊരു ചെറിയ പാർട്ടി സംവിധാനമാണ്. NCPയുടെ പാലാ MLA ആയിരുന്ന ശ്രീ മാണി C കാപ്പന് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ LDF മാണി C കാപ്പൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പാലായിൽ മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഈ പാർട്ടി രൂപീകരിക്കുമ്പോൾ അന്നെടുത്ത തീരുമാനം ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പഴയകാല കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രാദേശിക പാർട്ടിയായി പ്രവർത്തിക്കണമെന്നാണ് തീരുമാനമെടുത്തത്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ KDPയുടെ മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാണി C കാപ്പൻ നേതൃത്വം നൽകുന്ന കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും ജനാധിപത്യ സംരക്ഷണ സമിതിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. KDPയുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ, യുവജന വിഭാഗം മുൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മൻസൂർ റഹ്മാനിയ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ടിംബർ മുഹമ്മദ്, സംസ്ഥാന സെക്രട്ടറി ജയരാജ് മൂടാടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ആലപ്പുഴ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ ബിജു കോട്ടുപള്ളി, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഹാഷിം വിയപുരം, സജീവൻ കോഴിക്കോട്, മഹിളാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി റംല കോഴിക്കോട്, യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബിന്ദു കൈമൾ, ലിഷാദ് കൊല്ലം, ഉനേസ് മണപ്പള്ളി, ബെൻ കോട്ടുപള്ളി, KDP ആലപ്പുഴ ജില്ലാ ട്രഷറർ സുധീഷ് നാലുകെട്ട തുടങ്ങിയ പ്രമുഖർ പാർട്ടി രൂപീകരിച്ചപ്പോൾ സ്വീകരിച്ച മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിൽ വരുത്തിയ മാറ്റത്തിലും ഏകാധിപത്യ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് കൂട്ടരാജിക്ക് ഒരുങ്ങിയതെന്നും രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും JSSൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ജൂൺ 1 തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന KDP മുൻ നേതാക്കളുടെ സംഗമം JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AN രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AV താമരാക്ഷൻ XMLA മുഖ്യപ്രഭാഷണം നടത്തുമെന്നും JSSന്റെ മറ്റ് ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്നും അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ, മൻസൂർ റഹ്മാനിയ, ബിജു കോട്ടുപള്ളി,
സുധീർ നാലുകെട്ട്, PM യൂസഫ് എന്നിവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാന സെക്രട്ടറി ജയരാജ് മൂടാടി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ആലപ്പുഴ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായ ബിജു കോട്ടുപള്ളി, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഹാഷിം വിയപുരം, സജീവൻ കോഴിക്കോട്, മഹിളാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി റംല കോഴിക്കോട്, യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ബിന്ദു കൈമൾ, ലിഷാദ് കൊല്ലം, ഉനേസ് മണപ്പള്ളി, ബെൻ കോട്ടുപള്ളി, KDP ആലപ്പുഴ ജില്ലാ ട്രഷറർ സുധീഷ് നാലുകെട്ട തുടങ്ങിയ പ്രമുഖർ പാർട്ടി രൂപീകരിച്ചപ്പോൾ സ്വീകരിച്ച മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിൽ വരുത്തിയ മാറ്റത്തിലും ഏകാധിപത്യ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് കൂട്ടരാജിക്ക് ഒരുങ്ങിയതെന്നും രാജിവെച്ച നേതാക്കളും പ്രവർത്തകരും JSSൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും ജൂൺ 1-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന KDP മുൻ നേതാക്കളുടെ സംഗമം JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AN രാജൻ ബാബു ഉദ്ഘാടനം ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AV താമരാക്ഷൻ XMLA മുഖ്യപ്രഭാഷണം നടത്തുമെന്നും JSSന്റെ മറ്റ് ജില്ലാ നേതാക്കൾ പങ്കെടുക്കുമെന്നും അഡ്വക്കേറ്റ് അഹമ്മദ് അമ്പലപ്പുഴ, മൻസൂർ റഹ്മാനിയ, ബിജു കോട്ടുപള്ളി, സുധീർ നാലുകെട്ട്, PM യൂസഫ് എന്നിവർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല നഗരസഭ 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളുടെ കലോത്സവവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസൗഹൃദ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ അംഗനവാടികളിലെ കുട്ടികളുടെ കലാപരമായ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗനവാടി പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി മഴവില്ല എന്ന പേരിൽ അംഗനവാടി കലോത്സവവും പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. മെയ് 29-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. 2 അംഗനവാടികളിൽ 26 അംഗനവാടികളും നമ്മൾക്ക് സ്വന്തം കെട്ടിടത്തിലാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്നു, നല്ലവരായി പോകുന്നു. ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ചേർത്തല നഗരസഭ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്നിപ്പം നമ്മുടെ കൊച്ചുമക്കൾ ഓരോരുത്തരും ഓരോ പരിപാടികൾ നടത്തുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ പുതുവർഷം കൂടി നേരെയാണ്. നാളെ ഒരുപാട് കുട്ടികൾ പുതിയ അംഗനവാടികളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പുതിയ സ്കൂളുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നവരെ യാത്ര അയക്കുകയും വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കർത്തവ്യം കൂടി നമ്മുടെ ഓരോ അംഗനവാടിക്കുമുണ്ട്. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, മാധുരി സാബു, AS സാബു, എലിക്കുട്ടി ജോൺ, കൗൺസിലർമാരായ P ഉണ്ണികൃഷ്ണൻ, A അജി, ആശാ മുകേഷ്, ഷീജ സന്തോഷ്, ലിസി ടോമി, ചേർത്തല നഗരസഭാ സെക്രട്ടറി TK സുജിത്, ICDS ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ J മായാലക്ഷ്മി, ICDS കഞ്ഞിക്കുഴി അഡീഷണൽ ആശാലത UP, ICDS ചെയർപേഴ്സൺ P ജ്യോതിമോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ICDS സൂപ്പർവൈസർ J ലക്ഷ്മി കൃതജ്ഞതയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത് സ്വാഗതവും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ 10 ദിവസത്തിന് ശേഷം പൈപ്പ് പുനഃസ്ഥാപിച്ചു. ദേശീയപാത നിർമ്മാണത്തിനിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 10 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചു. ചേർത്തല നഗരസഭ 27-ാം വാർഡിൽ ദീപിക ജംഗ്ഷന് സമീപത്താണ് സംഭവം. ദേശീയപാത നിർമ്മാണത്തിനിടെ 10 ദിവസം മുൻപാണ് ജപ്പാൻ കുടിവെള്ള പൈപ്പ് തകർന്നത്. കുടിവെള്ളം കിട്ടാതായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഉടൻ ശരിയാക്കി നൽകാമെന്ന് പലകുറി ആവർത്തിച്ചതല്ലാതെ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. CMC 27-ാം വാർഡിൽ JDC കോളേജ് നിൽക്കുന്ന സഹകരണ കോളേജ് നിൽക്കുന്ന ദീപിക ജംഗ്ഷനിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടുകയാണ്. നമുക്കറിയാം NHAIയുടെ പണി നടക്കുന്നത് മൂലം
ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയിൽ ഇതിൻ്റേതായ യാതൊരുവിധ സ്കെച്ചുമില്ല. ഓരോ റോഡിലും പരിപാടികൾ നടക്കുമ്പോൾ അവിടെ അവർക്ക് തോന്നുന്ന രീതിയിൽ പൊട്ടിപ്പൊളിച്ചിട്ടിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഇവരുടെ പുറകെ നിരന്തരമായ ശ്രമം നടത്തുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വലയുന്നതനുസരിച്ച് അവരുടെ വീടുകളിലെ ഭവനങ്ങളിലെ കുടിവെള്ളമില്ല, അവരുടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വെള്ളമില്ല. സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും പറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ AEയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും അവർ ശരിയാക്കിയെന്നും പറഞ്ഞ് പോയിട്ട് അത് വേറൊരു കണക്ഷനുമായിട്ട് ആണ് ഇവർ കണക്ട് ചെയ്തത്. അന്നും യഥാർത്ഥത്തിലുള്ള പൈപ്പ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടായിട്ടില്ല. തുടർന്ന് നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. 2 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ പറയുന്നു. ടൈം ന്യൂസ്, ചേർത്തല. വാരാന്ത്യത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം തുടരും ഫോബ്സ് മാഗസിനിൽ ഇടം നേടി. തുടരും ആഗോളതലത്തിൽ 1ാമത്. മോഹൻലാൽ ചിത്രമായ തുടരും ആഗോളതലത്തിൽ പണം വാരി. ചിത്രങ്ങളുടെ പട്ടികയിൽ ലോകപ്രശസ്ത അമേരിക്കൻ പ്രസിദ്ധീകരണ സ്ഥാപനമായ ഫോബ്സ് മാഗസിനിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 27 വരെ ഈ ചിത്രം വാരിക്കൂട്ടിയത് $7.3 ദശലക്ഷം. റിലീസ് തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെയാണ് സിനിമ ഈ നേട്ടം കൊയ്തത്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ സിനിമകളിൽ ഒന്നായി തുടരും. OTT റിലീസ് വരും മുൻപേ തിയേറ്ററുകളിലെ വരുമാനം മാത്രമാണ് ഇത്. 231 കോടി രൂപയാണ് ചിത്രത്തിന് ആഗോളതലത്തിൽ ഇതുവരെ നേടാനായതെന്നാണ് ഫോബ്സ് മാഗസിന്റെ പ്രവചനം. ഹിന്ദി സിനിമ ഗ്രൗണ്ട് സീറോയും മാസികയിൽ സ്ഥാനം പിടിച്ചു. $9.30 ലക്ഷം ആദ്യ 3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ചിത്രം വാരിക്കൂട്ടിയത്. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഫോബ്സ് മാഗസിനിൽ ഇടം പിടിക്കുന്നത്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പണം വാരിയത് തുടരുമാണെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സിനിമ നിർമ്മിച്ചത് M. രഞ്ജിത്താണ്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. കേരള സീനിയർ സിറ്റിസൺ ഫോറം മരുത്തോറോട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മരുത്തോറോട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മെയ് 29 വ്യാഴാഴ്ച 2:30 മരുത്തോറവട്ടം താമക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് സീനിയർ സിറ്റിസൺസ് ഫോറം മുൻ സ്റ്റേറ്റ് കൗൺസിലർ ആന്റണി പാലിയത്തറ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഒരു വിദേശത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാം. ഈ അവസ്ഥയിലേ ആയിരിക്കില്ല നമ്മുടെ അവസ്ഥയിലായിരിക്കില്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഒന്നും ഇതുപോലെ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു 20-25 വയസ്സാവുന്ന സമയത്ത് 50-ാം വയസ്സിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാന് പുറത്തുള്ളവർക്കുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു 20-25-30 വയസ്സൊക്കെ ആവുന്ന സമയത്ത് തന്നെ 50-ാം വയസ്സിലല്ലേ 60-ാം വയസ്സിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന വളരെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെയാണ് അവർ ജീവിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി CN വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ മഞ്ജുഷ സുരേഷ്, യൂണിറ്റ് രക്ഷാധികാരി V. ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത സീനിയർ സൈക്കോളജിസ്റ്റ് പ്രതീഷ് പാലന്തറ മാനസികാരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കമ്മിറ്റി അംഗം TJ സെലിൻ കൃതജ്ഞതയും യൂണിറ്റ് സെക്രട്ടറി KG ശ്രീധരപ്പണിക്കർ സ്വാഗതവും പറഞ്ഞു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PV ഔസേബ്, കമ്മിറ്റി അംഗം മേരി തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കാളികളായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിശക്തമായ കാറ്റിലും മഴയിലും റെയിൽവേ ട്രാക്കിലേക്ക് മരം കടപുഴകി വീണു. ആലപ്പുഴ അരൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് അന്വേഷണ സംഘം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 2-ൽ കുറ്റപത്രം സമർപ്പിച്ചു. ആലപ്പുഴ ഹരിപ്പാട് യുവാവും +2 വിദ്യാർത്ഥിനിയും തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചു. ഭാര്യ സഹോദരന് നേരെ വധശ്രമം നടത്തിയ പ്രതിക്ക് 17 വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ച ചേർത്തല സെഷൻസ് ജഡ്ജ്. കനത്ത കാറ്റിലും മഴയിലും റോഡിന് കുറുകെ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ 3 ഫയർമാൻമാർക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.